ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 163 സന്ദേശം. 3 വിധത്തിലുള്ള കരുണ അഭ്യസിക്കുവാൻ അവിടുന്ന് തന്നെ എന്നോട് കൽപ്പിക്കുന്നു. ഒന്നാമത്തേത് എല്ലാ തരത്തിലുമുള്ള കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. രണ്ടാമത്തേത് കരുണയുടെ വാക്കുകൾ. മൂന്നാമത്തേത് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യമല്ലാത്തപ്പോൾ കരുണയുടെ വചനങ്ങളാൽ ഞാൻ സഹായിക്കും. മൂന്നാമത്തേത് പ്രാർത്ഥനയാണ്. വാക്കാലും പ്രവൃത്തിയാലും കരുണ കാണിക്കാൻ സാധിക്കാത്ത സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കും. ശാരീരികമായി സഹായിക്കുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും എൻ്റെ പ്രാർത്ഥന എത്തുന്നു. 3 കാര്യങ്ങളാണ് കരുണയുടെ വാക്കുകൾ, കരുണയുടെ പ്രവൃത്തികൾ, കരുണയുടെ പ്രാർത്ഥന. ഈ 3 രീതിയിൽ ദൈവകരുണ പ്രഘോഷിക്കാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ 165 സന്ദേശം നമ്മൾ കണ്ടിരുന്നു. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ എൻ്റെ കരുണയെക്കുറിച്ച് പാപികളോട് പറയുക എന്നുള്ളത്. വീണ്ടും ഓരോ ആത്മാവിനും കൂടുതൽ നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നൽകുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം അതാണ്. എന്നാൽ പാപത്തിന് അടിമയായ ഓരോ ആത്മാവിൻ്റെയും മാനസാന്തരത്തിന് പരിഹാരം ആവശ്യമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. അപ്പം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ കരുണ പ്രഘോഷിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ആ കരുണ 3 രീതിയിലാണ്. കരുണയുടെ വാക്കുകൾ, കരുണയുടെ പ്രവൃത്തികൾ, കരുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ 3 രീതിയിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഫലപ്രദമാക്കുവാൻ ദൈവകരുണ പ്രഘോഷിക്കാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പ്രാർത്ഥനയിലൂടെ അവിടുത്തെ കാരുണ്യം നമുക്ക് പ്രഘോഷിക്കാം. എല്ലാ പാപികൾക്കും മാനസാന്തരത്തിന്, രക്ഷയ്ക്കുള്ള അവസാന മാർഗ്ഗം കരുണയിലേക്ക് തിരിയുക എന്നുള്ളതാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.